വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടായി കമ്മൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കടായി കമ്മൽ ചെയ്യാനായിട്ടുള്ളൊരു ബേസിക് ഡിസൈനാണിത്. ഇതിൻ്റെ ഈ ഒരു പെറ്റൽ വരുന്ന ഇതാണ് കടായി കമ്മലിൻ്റെ ബേസിക് പാറ്റേൺ. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സും ലീഫും ഒക്കെ തയ്ക്കുന്നത്. വീവിങ് സ്റ്റിച്ചിനോട് സാമ്യമുള്ളൊരു സ്റ്റിച്ചാണ് കടായി കമ്മൽ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഡിസൈൻ എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡിസൈൻ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 4 പെറ്റലുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 പെറ്റലുള്ള ഫ്ലവർ അങ്ങനെ പലതരത്തിൽ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പെറ്റൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അതായത് 6 ലൈൻസ് വരുന്നുണ്ട് ഒരു പെറ്റലിൽ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും നടുക്കത്തെ 2 ലൈനുകൾ സെൻറ്ററിലേക്ക് വരുമ്പം അടുപ്പിച്ചാണ് വരുന്നത്. ഇവിടെ അധികം ഗ്യാപ്പ് വരരുത്. ഒരേ വലിപ്പത്തിൽ ഏറ്റവും ഉയരം കൂടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ കുറച്ചും കൂടെ താഴേക്കായിട്ട് അടുത്ത ലൈൻ ഇങ്ങനെ വരും. ഇതിന് നേരെയാണ് ഈ സൈഡിലത്തെ പെറ്റൽ വരേണ്ടത്. ഈ ലെവൽ കറക്റ്റായിരിക്കണം. അപ്പോൾ ഇവിടുന്ന് 2 വശത്തേക്കും അടുത്ത 2 പെറ്റലുകൾ ഇതേ ഹൈറ്റിൽ ഇങ്ങനെ പോവും. അടുത്ത 2 പെറ്റൽ വരുന്നത് കുറച്ചും കൂടെ താഴെയായിരിക്കും. സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് നന്നായിട്ട് കിട്ടുന്നത്. ഈ പെറ്റലിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ സൈഡിലത്തെ പെറ്റലും കൂടെ വരേണ്ടത്. ഇങ്ങനെ വരും. ഇങ്ങനെ 6 ലൈനുകളാണ് ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിങ്ങനെ ജോയിൻ ചെയ്താണ് ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് മാത്രം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ 6 ലൈൻസ് വരയ്ക്കുക. എല്ലാം കുറച്ച് ചെരിച്ചാണ് വരയ്ക്കുന്നത്. സെൻറ്ററിലേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് വരയ്ക്കുക. അതായത് സെൻറ്റർ പോർഷൻ നമുക്ക് ഒരു ഇത്രയും വീതി, അതായത് ഒരു 6 ത്രെഡുകൾ പോകാനുള്ള വിട്ടേ കൊടുക്കാവുള്ളൂ. കൂടുതൽ വീതി കൂടി പോയാൽ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ ഈ ഡിസൈൻ വരയ്ക്കണം. ഇങ്ങനെയാണ് ഒരു പെറ്റൽ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ 3 സ്റ്റെപ്പ് വരുന്ന ഒരു പെറ്റലാണല്ലോ. അതിന് പകരം നമുക്ക് കൂടുതൽ വലുതായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ കൊടുക്കാം, വലിയ പെറ്റലൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ പലതരത്തിൽ ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും കടായി കമ്മലിൽ ഇതുപോലെ 3 സ്റ്റെപ്പുള്ള ഇതുപോലെ ഒരു പാറ്റേൺ ആയിരിക്കും. ഇത് ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈനാണ് ഞാനിവിടെ ട്രേസ് ചെയ്തെടുത്തേക്കാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്ക്കുന്നതെന്നും കൂടെ നോക്കാം. കടായി കമ്മൽ തയ്ക്കാനായിട്ട് ഇങ്ങനെ ഒറ്റ സ്ട്രാൻഡ് മാത്രം വരുന്ന കട്ടിയുള്ള ത്രെഡുകളാണ് നല്ലത്. മറ്റേ ആങ്കറിൻ്റെ ത്രെഡിനെക്കാട്ടിലും കൂടുതൽ നന്നായി വരുന്നത് ഇങ്ങനെയുള്ള ത്രെഡ് വെച്ച് തയ്ക്കുമ്പോഴായിരിക്കും. ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 6 സ്ട്രാൻഡ്സ് മുഴുവൻ ഉപയോഗിക്കാം. അതിനേലും കുറച്ചും കൂടെ ഭംഗിയാണ് ഈ ഇങ്ങനത്തെ നൂലുകൾ വെച്ച് തയ്ച്ചാൽ. ഇങ്ങനെ കടായി കമ്മലിന് വേണ്ടി വരുന്ന ഇങ്ങനത്തെ ത്രെഡുകളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പേൾ കോട്ടൺ ത്രെഡും ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ആങ്കർ വെച്ച് തയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് വെച്ചും തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കടായി കമ്മൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരഴ വെച്ചിട്ട് കെട്ടിട്ടെടുക്കുകയാണ്. ആദ്യം നമുക്കിതിൻ്റെ ഒരു പെറ്റൽ തയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഫ്രെയിമാണ് തയ്ക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെറ്റലിൽ 6 ലൈനുകളാണ് വരുന്നത്. ആ ലൈനുകളാണ് ഇതിൻ്റെ ഫ്രെയിമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ലൈനുകൾ 6 തയ്ച്ചെടുക്കണം. ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് ഈ ലൈനിൻ്റെ ഈ അറ്റത്ത് നീഡിൽ താത്തി. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ ലൈൻ ഇതാണ് ഇപ്പോൾ വരച്ചത്. ഇനി നമുക്ക് ഈ ലൈനാണ് തയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ ലൈൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അടുത്ത ലൈൻ വരേണ്ടത് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ കുത്തി എന്നിട്ട് താഴത്തെ ലൈനിലേക്ക് ഇപ്പോൾ തയ്ച്ചിരിക്കുന്ന ആ ത്രെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തുക. ഇവിടെ ഇപ്പോൾ തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം കുത്താൻ. ഇനി അടുത്ത ലൈൻ നമുക്ക് വരേണ്ടത് ഇവിടെ നിന്നും ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ത്രെഡ് ഇവിടെ നീഡിൽ കുത്തി താത്തിയിരിക്കുന്നത് ഇവിടെയാണല്ലോ. ഇവിടെ കുത്തി താത്തിയിരിക്കുന്നു. അപ്പോൾ ത്രെഡ് മുകളിലേക്ക് ഇവിടെ നിന്ന് എടുക്കാതെ ഇവിടെ നിന്ന് തന്നെ എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോകാം. കാരണം അല്ലെങ്കിൽ അടിയിൽ കൂടെ ഒരുപാട് ത്രെഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞെടുക്കുകയും ചെയ്യും. ത്രെഡിൻ്റെ യൂസേജ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. എംബ്രോയിഡറി ചെയ്തതിൻ്റെ അടിഭാഗം നല്ല നീറ്റായിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കുത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ തൊട്ടടുത്ത് ഇവിടെ തന്നെ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. സെയിം ഹോളിൽ കൂടെ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സെയിം ഹോളിൽ കൂടെ ആയാൽ ആ ത്രെഡിങ് മുകളിലേക്ക് പോരും. ഇങ്ങനെ കുത്തിയെടുത്തു. എന്നിട്ടിനി ഇങ്ങോട്ട് പോവുക. ഇവിടെ കുത്തി താത്തുക. ഇപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അടിയിൽ കൂടെ ഒരുപാട് ത്രെഡ് കിടക്കുകയും ചെയ്യും. നമ്മുടെ വർക്കിൻ്റെ അടിവശം ഒട്ടും നീറ്റല്ലാണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ കുത്തി താത്തി
ഇനി അടുത്ത ലൈൻ ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോവുക. ഇനി അടുത്തത് ഈ ലൈനാണ്. അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് നീഡിൽ കുത്തി താത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ അടിഭാഗത്ത് തന്നെ ഇവിടെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ത്രെഡ് ഇങ്ങോട്ട് പോകാവുന്ന പോലെ ഇവിടെ നീഡിൽ കുത്തി താത്തുക. അടുത്തത് ഈ ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 6 ലൈനും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തയ്ക്കുമ്പോഴും വരയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വശങ്ങൾ രണ്ടും ഒരേ ലെവലിൽ നിൽക്കണം. ഇത് രണ്ടും ഒരു ലെവൽ, ഇത് ലെവൽ, അങ്ങനെ ലെവൽ ഒരുന്നാണെങ്കിൽ മാത്രമേ ഇനി വീവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതേ ത്രെഡ് വെച്ച് തന്നെ വേറെ കളർ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ വീവിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെയാണല്ലോ നീഡിൽ കുത്തി താത്തിയത്, മുകളിലേക്ക് നമുക്ക് ഈ വശത്തുനിന്ന് എടുക്കാം. ഇവിടെ ഈ അറ്റത്തായിട്ട് നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തു. ഇനി നമ്മൾ വീവിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് 1.5 ത്രെഡുകളുടെ എല്ലാം അടിയിൽ കൂടി എടുക്കണം. അപ്പോൾ ആദ്യത്തെ ത്രെഡിൻ്റെ ഈ ആദ്യത്തേൻ്റെ മുകളിൽ കൂടി എടുക്കുക, രണ്ടാമത്തേൻ്റെ അടിയിൽ കൂടെ, മൂന്നാമത്തേൻ്റെ മുകളിൽ, നാലാമത്തേൻ്റെ അടിയിൽ കൂടെ എടുക്കുക, അഞ്ചാമത്തേൻ്റെ മുകളിൽ കൂടെ, ആറാമത്തേൻ്റെ അടിയിൽ കൂടെ. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ത്രെഡുകളുടെ എല്ലാ അടിയിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും തിരിച്ചങ്ങോട്ട്. അപ്പോഴും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ത്രെഡിൻ്റെ അടിയിൽ കൂടെയാണ് എടുക്കേണ്ടത്. ഇപ്പം അടിയിൽ കൂടെ വന്നതെല്ലാം മുകളിലേക്ക് എത്തണം. ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്തു, രണ്ടാമത്തത് അടിയിൽ കൂടെ പോയിരിക്കുന്ന ത്രെഡാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അപ്പം ഇങ്ങനെ വരുന്ന ലൈനുകൾ ഒന്ന് അടുത്തിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നീഡിൽ വെച്ച് ഒന്ന് നീക്കി കൊടുത്താൽ മതി, ഗ്യാപ്പ് വരാണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ കൂടെ, രണ്ടാമത്തേൻ്റെ അടിയിൽ കൂടെ, അടുത്ത മുകളിൽ കൂടെ, അടിയിൽ കൂടെ, മുകളിൽ കൂടെ, അടിയിൽ കൂടെ. ഓരോ ലൈനുകൾ ഓരോ വശത്തേക്കും തയ്ച്ച് കഴിയുമ്പം നമുക്ക് ആ ത്രെഡുകളൊന്ന് ലെവലാക്കി വെക്കണം. വീണ്ടും ഇതുപോലെ തന്നെ ആദ്യത്തേൻ്റെ മുകളിൽ കൂടെ, രണ്ടാമത്തേൻ്റെ അടിയിൽ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരും. ഈ ലൈനുകൾ തയ്ക്കുമ്പോൾ മാത്രമേ നമ്മൾ നീഡിൽ ക്ലോത്തിൽ കുത്തുന്നുള്ളൂ, ബാക്കിയെല്ലാം വീവ് ചെയ്ത് എടുക്കുകയാണ്. നമുക്കിനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏറ്റവും അറ്റം വരെ ചെയ്യണം. ഇപ്പോൾ ഈ അറ്റത്തെത്തുമ്പോൾ നോക്കുക, ഇവിടെ ഇനി നമുക്ക് ഈ ലൈനിൻ്റെ അറ്റമില്ല, അപ്പോൾ അതിനടിയിൽ കൂടെ എടുക്കണ്ട, ബാക്കിയുള്ളത് മാത്രം എടുത്താൽ മതി. ഇങ്ങനെ ഇനി നമുക്ക് ഇത് നോക്കണ്ട, ബാക്കിയുള്ള ഈ ലൈനുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് മുകളിൽ കൂടെ അല്ലേ പോയിരിക്കുന്നത്, ഈ ത്രെഡ് ഇതിൻ്റെ മുകളിൽ കൂടെ, അത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അങ്ങനെ നോക്കി എടുത്താൽ മതി. ഇവിടെ അങ്ങനെ തന്നെ. ഇനി ഈ ലൈനില്ല, അതുകൊണ്ട് ഇതിൻ്റെ മാത്രം അടിയിൽ കൂടെ. ഇനി ഇത് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്തെടുക്കാം. കടായി കമ്മൽ ചെയ്യുമ്പോൾ കുറച്ച് ക്ലോത്ത് കുറച്ച് ടൈറ്റായിട്ട് ഫ്രെയിം ഇടണം, എന്നാലേ നമുക്ക് ഈ ലൈൻ നല്ല ടൈറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ലൂസായിപ്പോയാൽ നമുക്ക് വീവ് ചെയ്യുമ്പം വൃത്തിയിൽ കിട്ടില്ല. ഇതിന് നേരെ ആയിരിക്കണത്. വീവ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ത്രെഡ് നീളം ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ലൈൻസ് തയ്ച്ച് കഴിഞ്ഞ് ത്രെഡ് കുറച്ചേ ഉള്ളെങ്കിൽ അത് അടിയിലേക്ക് ഇട്ടിട്ട് പുതിയ ത്രെഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വീവ് ചെയ്യുന്നതിനിടയ്ക്ക് തീർന്നു പോയാൽ പിന്നെ അത് നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് നീളത്തിൽ കടായി കമ്മൽ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നീളത്തിൽ ത്രെഡ് എടുക്കുക. തൊട്ട് മുമ്പ് എടുത്തപ്പം ഏതിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ എല്ലാം മുകളിൽ കൂടെ വേണം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കോർക്കേണ്ടത്. ഏറ്റവും സ്റ്റാർട്ടിങ് തയ്ക്കുമ്പോൾ എപ്പോഴും ഇതൊന്ന് ത്രെഡുകളൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം.
ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ത്രെഡുകളുടെ ഇടയിൽ കൂടെ കോർത്ത് നമുക്കിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഈ അറ്റം വരുമ്പോൾ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ത്രെഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4 ത്രെഡിൽ മാത്രം കോർത്തെടുക്കുക. പിന്നീട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ അവസാനത്തെ 2 ത്രെഡുകളുടെ ഇടയിൽ കൂടെ മാത്രം കോർത്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ പെറ്റലുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ചെറിയൊരു ബീഡ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ചോ വല്ലതും വെച്ച് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ചെറിയ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലവേഴ്സും ലീഫും ഒക്കെ തയ്ക്കാനായിട്ട് ഈ കടായി കമ്മൽ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്